ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, സാധാരണക്കാരായിട്ട് മാത്രമല്ല പൊതുവെ മനുഷ്യർ, നമ്മളുടെ ഇടയിൽ നമ്മൾ വലിയൊരു വിപത്തിലേക്ക് പോകുന്നത് എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, സന്തോഷകരമായി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു അത്യാവശ്യം ഒരു മേജർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ് പൊതുവെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു വളരെ പ്രതിസന്ധിയിലേക്ക് എത്തുന്നതും വളരെയധികം കടത്തിലും മറ്റുള്ള പ്രയാസങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നതും ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ്. അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വന്നു ചേരുന്ന ചില ആക്സിഡന്റുകൾ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ചില അസുഖങ്ങൾ, ഇതെല്ലാം നമ്മളെ സാമ്പത്തികമായി തകർക്കും. നമ്മുടെ വീട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് മാറ്റം വരും. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, നമ്മളുടെ സമീപനങ്ങളിലായാലൊക്കെ മാറ്റം വരും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ കുറച്ച് ഞാൻ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചില എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനാണല്ലോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട അവസ്ഥകളുള്ള ആളുകളിലേക്കും കൂടിയാണ്. അപ്പോൾ ഒരുവിധമുള്ള ആളുകളെല്ലാം ഇൻഷുറൻസ് ബന്ധമായിപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും, വിശ്വാസയോഗ്യമായിട്ടുള്ള ഏത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ചേരണം. അതാണ് നമ്മളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ എന്താ പറയുക, ESI പോലത്തെ ഒരു ഇൻഷുറൻസിലുള്ള ആളാണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് തന്നെ ESI ആണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻ അല്ല, അതിൽ ചികിത്സയുടെ ഫണ്ടിനോ കാര്യങ്ങളൊക്കെ ലിമിറ്റേഷനൊന്നുമില്ല. അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ 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 വലുതുമാണ്. പക്ഷെ എന്നാൽ അതുപോലെ തന്നെ മറ്റേ ഒരുപാട് എന്താ പറയുക, സ്റ്റാർ ഹെൽത്ത് പോലത്തെയൊക്കെ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്, കാരുണ്യ, പിന്നെ ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ് തന്നെയായാലും ഏതെങ്കിലും ഒരെണ്ണം, ചെറുതായിട്ടുള്ള ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ, ഓരോരുത്തരുടെയും കയ്യിൽ, നമ്മുടെ കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. മക്കളുടെ പേരിൽ എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ അതിന് മന്ത്ലി ഇയർലി ഒരു ഫണ്ട് വരികയാണെങ്കിൽ അതെങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഇപ്പോൾ അത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാനതുമായി ബുദ്ധിമുട്ടിയിട്ടില്ല. ഞാൻ ഇതുപോലത്തെ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനതിങ്ങനെ ആലോചിച്ചുവാണ്, അതിങ്ങനെ ഒരു ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ ചിലപ്പോൾ വളരെ അധികം ബാക്കിലേക്ക് പോയിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ അപ്പം ഞാൻ പാലക്കാട് ഓരോ ഡിസ്ട്രിക്ട് ESI ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ആളായതുകൊണ്ട് ഞാൻ പാലക്കാട് ESIയിലാണ് വരുന്നത്. അവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളും, അവിടുത്തെ ഹോസ്പിറ്റലിലെ എന്താ പറയുക, അവിടുത്തെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവിടുന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ കുറച്ച് ESI ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്നും നടക്കേണ്ടൊക്കെ വരും. അത്യാവശ്യം ഫോട്ടോസ്, കാര്യങ്ങൾ, രേഖകൾ ആണ്, തെളിവുകൾ എല്ലാ രീതിയിലും അവർക്ക് കൈമാറേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ആ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെ വളരെ വലുതാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അയാളുടെ ഹാഫ് സാലറി വരെ, മന്ത്ലി ഉള്ള ഹാഫ് സാലറി വരെ കിട്ടും. എല്ലാ ജീവിത ട്രീറ്റ്മെൻറ്റും നമുക്ക് സൗജന്യമായി തന്നെ കിട്ടും. പല സ്ഥലത്തുനിന്നും, പല ഹോസ്പിറ്റലിൽ നിന്നും ഒരു പ്രത്യേക പാറ്റേൺ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ ഇത്ര ഒരു ശതമാനം പൈസ അവിടെ ഈടാക്കും, ചില സ്ഥലത്ത് മുഴുവനും കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ESIയുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി, പക്ഷെ അവിടെ എല്ലാ ചികിത്സകളും ലഭ്യമാവില്ല. അപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽ സർജറി കാര്യങ്ങളൊന്നും അവിടെ ലഭിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഏത് ഹോസ്പിറ്റലാണോ അത് നമ്മൾ ചെയ്യുന്നത്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രേഖകൾ കൈമാറ്റം ചെയ്യുമ്പോഴാണ് അവർക്ക് വിശ്വാസയോഗ്യമായ, നമുക്കിതിനെല്ലാറ്റിനും നമ്മൾ എന്താ പറയുക, നമുക്ക് അംഗീകാരമുള്ള ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ ഇൻഷുറൻസോ കാര്യങ്ങളോ ഇതുവരെ ചെയ്യാത്ത, അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ടത്തെ കാലം പോലെ തന്നെ നമുക്ക് ഏത് നിമിഷം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല അപകടങ്ങളോ ചിലപ്പോൾ സംഭവിക്കുമല്ലോ, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലും നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കോട്ടം തട്ടാണ്ടിരിക്കാൻ ഒരു മികച്ച ഇൻഷുറൻസ് എപ്പോഴും നല്ലതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാറ്റ.